ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അന്തർദേശീയ രക്ഷാസൈന്യത്തിൻ്റെ നോമ്പ് ആചരണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വിഷയം റിസ്റ്റോർ ഹോപ്പ് എന്നുള്ളതാണ്. പ്രത്യാശയുടെ പുനഃസ്ഥാപനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ധ്യാനമാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ദൈവത്തിലുള്ള പ്രത്യാശ. ദൈവത്തിലുള്ള പ്രത്യാശയിലാണ് ഓരോ ക്രിസ്ത്യാനികളും തങ്ങളുടെ ആത്മീയ ജീവിതം നയിക്കുന്നത്. പ്രത്യാശ അഥവാ പ്രതീക്ഷ എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മാനസിക അവസ്ഥയാണ്. അനിശ്ചിതത്വമോ ബുദ്ധിമുട്ടുകളോ ആയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നല്ലത് ഭവിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നാളുകളെ കണ്ട് ജീവിക്കുകയാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പ്രകാരം പ്രത്യാശയെക്കുറിച്ച് ഒരു വലിയ ചിന്ത പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പരിമിതമായ നിരാശയെ അംഗീകരിക്കണം, പക്ഷേ ഒരിക്കലും അനന്തമായ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതം ആശങ്ക നിറഞ്ഞതാണ്, പരിമിതികൾ നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം. എന്നാൽ അങ്ങനെയുള്ള ജീവിതത്തിൽ പോലും അനന്തമായ ഒരു പ്രത്യാശ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് അത് ദൈവത്തിൽ ആരംഭിക്കുകയും പരിശുദ്ധാത്മാവിനാൽ വളരപ്പെടുകയും ചെയ്യുന്നതാണ് ദൈവിക പ്രത്യാശ എന്ന് പറയുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വായിച്ച വാക്യത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള പ്രത്യാശ അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. ആ പ്രതീക്ഷ ഇല്ല എങ്കിൽ മനുഷ്യന്റെ ജീവിതം അത് അപകടത്തിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രത്യാശയുടെ ആത്മീയ ഉറവിടമായി പൗലോസ് പറയുന്നത് ദൈവത്തെയാണ്. ആ ദൈവത്തിൽ മാത്രമേ നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് താൽക്കാലികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം വിശ്വാസിക്ക് നൽകുന്നതാണ് ദൈവത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നു. പ്രത്യാശയോടെ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന ധാരാളം ആളുകളെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീ, ബർത്തിമായി, സുറോഫോനിക്ക ജാതിയിൽപ്പെട്ട യവന സ്ത്രീ, ഇവരുടെയൊക്കെയും ജീവിതം പഠിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നവരാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നു, ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള
ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യാശ. തിമായിയുടെ മകനായ ബർത്തിമായെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലവിളിയാണ്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ളത്. ഒരു വലിയ ജനസാഗരം തനിക്ക് മുമ്പിൽ തടസ്സമായി നിന്നിട്ടും ഈ രണ്ടു കഥാപാത്രങ്ങളും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിനവരെ നയിക്കുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ. അതാണ് പ്രത്യാശ, പ്രതീക്ഷ. പ്രതികൂലങ്ങൾ ജീവിതത്തിലുള്ളപ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിലുള്ളപ്പോഴും കർത്താവ് എന്നെ സഹായിക്കും, ദൈവം എന്നെ നടത്തുമെന്നുള്ള അന്ധമായിട്ടുള്ളൊരു പ്രത്യാശ. നമുക്ക് പ്രത്യാശയും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതം പ്രതികൂലമായപ്പോൾ എവിടെയൊക്കെയോ ക്രിസ്തുവിലുള്ള പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരായി, മങ്ങലേൽക്കപ്പെട്ടവരായി നാം ഇന്നും നിരാശയുടെ അനുഭവത്തിൽ കാണപ്പെടുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം നൽകുകയല്ലേ എന്ന്. അതുതന്നെയാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം വീണ്ടും നമ്മെ നടത്തുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെയാണ്. ആയതുകൊണ്ട് ഈ പ്രത്യാശയുടെ പുനഃസ്ഥാപനത്തിന്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിലുള്ള പ്രത്യാശയിലും പ്രതീക്ഷയിലും നിലനിൽക്കുവാനും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിറവ് പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.